എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പണ്ട് മുസ്ലിം ലീഗുകാർ മോഡിയെ കാണാൻ പോയിട്ടുണ്ട്. മോഡിയുടെ ഫണ്ടിലത്തേക്ക് ഏതോ ഒരു പ്രശ്നം വന്നപ്പോഴത്തെ ഫണ്ടിലത്തേക്ക് പൈസ 25 ലക്ഷം രൂപ കൊണ്ടൊന്ന് കൊടുത്തു. മോഡിയെ കണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, കാന്തപുരത്തിന് പോയി. കാന്തപുരത്തിനെ പോയി കാണുന്ന കാന്തപുരം ഈ മോഡിയെ കണ്ടതിലല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. മോഡിയെ കാണാം. മോഡി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അതായത് ഇന്ത്യ കണ്ട ഏറ്റവും വൃത്തികെട്ട വർഗീയവാദിയായ പ്രധാനമന്ത്രിയാണ് മോഡി. മോഡിയെ പോയി കാണാം, പ്രധാനമന്ത്രിയായി എന്നുള്ള രീതിയിൽ പോയി കാണാം. ഈ മോഡിക്ക് പണ്ട് ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എത്രയോ പ്രാവശ്യം അമേരിക്കൻ സന്ദർശനത്തിന് വേണ്ടി വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അയാൾക്ക് കിട്ടിയിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. എന്നാണ് മോഡിക്ക് അമേരിക്കൻ വിസ നിഷേധിച്ചിരുന്നു എത്രയെങ്കിലും വർഷം. അതിനുശേഷം ഇയാൾ പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് ഇയാൾക്ക്, കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ് ആ വിസ ഇയാൾക്ക് അനുവദിച്ച് കിട്ടിയത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കാന്തപുരം ഉസ്താദ് മോഡിയെ പോയി കണ്ടതിലല്ല ഇവിടുത്തെ പ്രശ്നം, പറഞ്ഞതിലാണ് പ്രശ്നം. മുസ്ലിങ്ങൾ ഇവിടെ സുരക്ഷിതരാണ്, മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ല എന്ന് പറയാനുള്ള ആർജവം, തൻ്റെ ഇടം, അതിനുള്ള ആണത്വം ഇല്ലാതെ പോയ ആരായാലും ശരി, അവരെ ന്യായീകരിക്കുന്നവന്മാർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. ആരായാലും ശരി, തലയെ കെട്ടി നീയാരിച്ചോ, തൊപ്പി വെച്ച് നീയാരിച്ചോ, ഇനി ഇപ്പോൾ അവർ താടി വെച്ച് നീയാരിച്ചോ, 5 നേരവും പള്ളിയിൽ നിന്ന് ഇറങ്ങാതെ നിസ്കരിച്ച് നീയാരിച്ചോ, അള്ളാഹു സ്വീകരിക്കില്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അള്ളാഹുവിനറിയാം അവരുടെ ഹൃദയശുദ്ധിയും അവരുടെ പ്രവൃത്തിയും അവരുടെ മനസ്സിലെന്താണെന്ന് അള്ളാഹുവിനും അവർക്കും മാത്രമേ അറിയാൻ കഴിയൂ. അതൊന്നും നമുക്ക് ചൂഴ്ന്നു നോക്കാനൊക്കില്ല. എന്തായാലും ശരി, അള്ളാഹു മനുഷ്യന്മാർക്ക് നല്ല ഹൃദയമുള്ളവർക്ക് പുറത്തു കൊടുക്കട്ടെ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ സാധാരണക്കാരനായ ഒരു മുസ്ലിമാണ്. സാധാരണക്കാരനായ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തോടുന്ന ആ രക്തം മനുഷ്യ രക്തമാണെങ്കിൽ പറയാനുള്ളത് ആർജവത്തോടുകൂടി, തൻ്റെ ഇടത്തോടുകൂടി, എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായാലും പറയേണ്ട സമയത്ത് പറയണം. ഇന്നിപ്പോ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. പിന്നെ എന്ത് പ്രശ്നം ചർച്ച ചെയ്യാതാണ് പോയിട്ട് അവിടെ ഈ അനാവശ്യമായ പറച്ചിലിൻ്റെ ആവശ്യമുണ്ട്. ബാക്കിയുള്ള സാധാരണക്കാരനായ മുസ്ലിങ്ങൾ കേരളത്തിൽ മാത്രമല്ലല്ലോ മുസ്ലിങ്ങളുള്ളത്, ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഇല്ലേ? അവിടെയുള്ള മുസ്ലിങ്ങളൊക്കെ ഈ പണ്ഡിതന്മാരെ പറ്റി എന്താണ് ചിന്തിക്കുന്നത്? എന്നാലും ഇങ്ങനെ പറഞ്ഞല്ലോ എന്നവർ ചിന്തിക്കില്ലേ? അപ്പൊ ഇവരൊക്കെ കള്ളന്മാരല്ലേ എന്നവർ ചിന്തിച്ചാൽ എന്താണ് കുഴപ്പം? അപ്പൊ അതാണ്, ന്യായീകരണ തൊഴിലാളികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. ഒരാൾ പറഞ്ഞ ഒന്നുകിൽ അതിനെ അങ്ങ് അവഗണിച്ച് കളയുക, അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ പോയാൽ അത് ആണത്തോടു കൂടി പറയണം, അല്ലാതെ ചുമ്മാ കടാപിടാ പറയരുത്. അങ്ങനെ ഒരു സംസാരിക്കുക അത് ആണുങ്ങൾക്ക് പറ്റിയതല്ല. ഈ ചുണ്ടിന്റെ മുകളിൽ മീശയും വെച്ചിട്ട് ഇങ്ങനെ പറയരുത്. അതൊക്കെ മീശയും എടുത്തിട്ട് നടക്കണം.